ഇന്നലെ ഒരു മതപണ്ഡിതനെ കൈവീശിക്കൊണ്ട് ഒരു പള്ളിയുടെ മദ്രസിൻ്റെ ഏറ്റ സെക്രട്ടേറിയറ്റ് എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ കമ്മിറ്റി ഭാരവാഹിയാണെന്ന് തോന്നുന്നു. ആ മനുഷ്യൻ കൈവീശിക്കൊണ്ട് അടിക്കുന്നു. ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. അയാളെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ തെറിച്ചു പോകുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ മനുഷ്യൻ ഇയാൾ ചെയ്യുന്ന ചെയ്തികൾ ക്യാമറയിൽ ഒരു എവിഡൻസ് ആയിട്ട് ഒപ്പിയെടുത്തതിന് എൻ്റെ വീഡിയോ എടുക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഉസ്താദിനെ, അതും എത്രയോ വർഷങ്ങളായിട്ട് ഇൽമ പഠിച്ച് ആ വ്യക്തിയുടെ നാട്ടിൽ ദീനി ദഅവത്ത് നടത്തുന്ന ആ മനുഷ്യനടക്കമുള്ള ആളുകളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മതപണ്ഡിതൻ്റെ നേരെ ആ മനുഷ്യൻ കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? ഉസ്താദുമാർക്ക് എന്താ കൈക്ക് പവർ ഇല്ലായിട്ടാണോ, അല്ലെങ്കിൽ കയ്യിന് എല്ലില്ലായിട്ടാണോ തിരിച്ചടിക്കാൻ? ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. ഉസ്താദുമാരടിച്ചാലും നിങ്ങൾക്ക് വേദനാവും, ഉസ്താദുമാർ കുത്തിയാലും നിങ്ങൾക്ക് വേദനാകും. പക്ഷെ ഉസ്താദുമാരത് ചെയ്യാത്തത് അവർ പഠിച്ച ഇൽമിൻ്റെ മഹത്വം അറിയുന്നത് കൊണ്ടാണ്. ആ ഇൽമ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇൽമില്ല എന്നുണ്ടെങ്കിൽ അതൊരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത്. എല്ലാ കമ്മിറ്റിക്കാരെയും അല്ലേ ഈ പറയുന്നത്. പക്ഷേ നെറികേട് കാണിക്കുന്ന പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പേരിൽ അധികാര കസേരകളിൽ കയറിയിരുന്നു കൊണ്ട് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ അടിമകളാണെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരോടാണ് ഈ പറയുന്നത്.